ഗുഡ് മോർണിംഗ്. ആരാ? റിട്ടയർഡ് ജസ്റ്റിസ് മിസ്സസ് യശോധരാമന്റെ വീട് ഇതല്ലേ? അല്ല, അപ്പുറത്താ. The opposite side? Thank you, baby. Okay. The same naughty little pony. ഈ കുട്ടിയാ പറഞ്ഞ അപ്പുറത്താ വീടെന്ന്. എന്തിനാ ഗീതു കള്ളം പറഞ്ഞത്? ഇതാരാണെന്നറിയോ നിനക്ക്? നിന്റെ ട്യൂഷൻ ടീച്ചറാ. സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കള്ളം പറഞ്ഞതിന് ആദ്യം ടീച്ചറോട് സോറി പറ. സോറി. വലിയ ഹെഡേക്ക് ആയിരിക്കും ഇവളുടെ കാര്യം. മാനേഴ്സ് ഇല്ല, വലിയവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല. എന്തിന് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, ഡ്രസ് ചെയ്യാൻ അറിയില്ല. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. Within a month, you can see Mrs. Justice. She will become the most obedient girl in the world. Look, this is a timetable. Morning 7 a.m. wake up. 8 a.m. breakfast. Then 9 a.m. school time. 1 p.m. lunch. Then evening 4 p.m. leisure time. 5 to 7 p.m. my class time. 7:30 to 8:30 homework. Then 9 p.m. time for sleep. നാളെ മുതൽ ഈ ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കുട്ടിയുടെ ദിനചര്യകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാരന്റ്സിനോട് പറയണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? Now we will go for the class. My first lesson is, നീ വന്നേ, come, വരൂ. കള്ളം പറയരുതേ. This is my first lesson. ഞാനിന്ന് ഡ്രൈവർ അങ്കിളോട് പറയുമല്ലോ മോളെ ആ പിശാചിനെ പറ്റി. ആരാ? അമ്മൂമ്മയെ പറ്റിയോ? ആഹാ, ആ ട്യൂഷൻ ടീച്ചർ ഡ്രൈവർ അങ്കിൾ അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കും. അത് വേണ്ട, ഡ്രൈവറങ്ങളോട് പറ ബസ് കയറ്റി കൊല്ലാൻ. എന്നോട് ആര് കളിച്ചാലും ഞാൻ ഡ്രൈവർ അങ്കിളിനോട് പറയും. മോളെ ഞാൻ വരുന്നു. ഡ്രൈവർ അങ്കിൾ, ഡ്രൈവർ അങ്കിൾ. എന്താ പൊതുവാളെ പോരുന്നില്ലേ? യൂണിഫോം തയ്ച്ചു കിട്ടിയിട്ടില്ല. ആ യൂണിഫോം തയ്ച്ചു കിട്ടി എന്നെ അറിയിച്ചോളൂ. കഞ്ഞി തള്ള. ഗീതു, നീ എന്താ കഴിക്കാൻ നോക്കിയിരിക്കുന്നത്? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? വിശപ്പില്ല. എന്താ വിശപ്പില്ലാണ്ടേ? എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് കഴിക്കൂ ഗീതു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കഴിക്കാൻ കണ്ടില്ലേ? തെണ്ടിക്കൂട്ടങ്ങളുടെ സ്വഭാവമായിരിക്കുന്നു കുട്ടിക്ക്. ഡിസിപ്ലിനും ഇല്ല, മാനേഴ്സും ഇല്ല. ഇനി കാണിക്കോ നീ? ഗീത എഴുന്നേക്ക്, മമ്മിയല്ലേ വിളിക്കുന്നത്? നീ ഇങ്ങനെ ഓരോരോ കുറുമ്പ് കാണിക്കുന്നുണ്ടല്ലേ മമ്മിക്ക് ദേഷ്യം പിടിക്കുന്നത്. വേദനിച്ചോ? മമ്മി സോറി കേട്ടോ. മതി കരഞ്ഞത്, എഴുന്നേക്ക്. എന്നാ അവിടെ ഇരുന്ന് കരഞ്ഞോ. ഇന്നലെയായിരുന്നു ആണ്ട്. അതാ പെട്ടെന്ന് നാട്ടിലേക്ക് പോയത്. മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല. ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ. പാവം, അവരെങ്ങനെ കരയാതിരിക്കും? നോക്കി നിൽക്കെ ഒഴുക്കിപ്പെട്ട് ഒലിച്ചു പോവായിരുന്നു മോള്. ഒരുപാട് തിരഞ്ഞു. ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി സമാധാനിക്കായിരുന്നു. ഇതിപ്പോ എന്നെങ്കിലും ഒരു ദിവസം മോള് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയില്ല ചേച്ചി. വെറുതെ ആണെങ്കിലും ഞങ്ങളും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവാ. ഞങ്ങൾ മാത്രമല്ല, ഒരു ഗ്രാമം മുഴുവൻ. മണിക്കുട്ടി അത്രയ്ക്ക് പ്രിയായിരുന്നു അവളെ ഞങ്ങൾക്കല്ല. കാലം ഉണക്കാത്ത മുറിവുകളിലിടൂ. വേദന കൊടുക്കുന്ന ദൈവം
മറക്കാനുള്ള കഴിവും നൽകിയിട്ടുണ്ട് മനുഷ്യന്. ഈ ജോലി വന്നേ പിന്നെ എനിക്കതിന് കഴിയുന്നുണ്ടോ? ഇവിടുത്തെ കുട്ടികളുടെ ചിരിക്കുന്ന മോങ്ങള് കാണുമ്പോ അതെ, ആ കുഞ്ഞിന് കരുതി വെച്ച സ്നേഹം അവർക്ക് കൊടുക്കുക. അതിന്റെ ഫലം ദൈവം തനിക്ക് തരും. നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ലാ. ഏയ് ഇത് മോളെ പിണക്കോ ഡ്രൈവറങ്ങളോട് ആണോ മോളെ? ആ പെനക്കോ അതെങ്ങനെ ശരിയാവുക? മോളുടെ ആകെയുള്ളൊരു ഫ്രണ്ടല്ലേ അങ്കിള്. എന്താണ് പിന്നെ ഇന്നലെ എന്താ വരാഞ്ഞ? അത് അങ്കിളിന് അത്യാവശ്യമായിട്ട് വീട് വരെ പോകേണ്ടി വന്നോണ്ടല്ലേ മോളെ? വേണ്ട, എന്നോട് മിണ്ടണ്ട. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ എന്താ? കൂട്ടുകാര് തമ്മിലെ മിണ്ടാതിരിക്കുക. അയ്യേ, മോളുടെ പിണക്കം മാറ്റാൻ അങ്കിളുടെ മന്ത്രമുണ്ട്. മോളൊന്ന് കണ്ണടച്ചേ. കണ്ണടോട്ട് നോക്കാതെ കണ്ണടയ്ക്ക്. ആ നോക്കിക്കോ, പിണക്കം പോയി ഇണക്കം വാ, ഓം ക്രീം വാ. പിണക്കം പോയി. ഇപ്പൊ എനിക്കൊരു പുതിയ എനിമി വന്നിട്ടുണ്ട്. എന്നിത് ഇവിടെ പിച്ചി. എന്റെ മോളെ പിച്ച് ആ കൈ ഞാൻ ചതച്ചു കളയും. ആരാ മോളേത്? ട്യൂഷൻ ടീച്ചർ അമ്മമ്മ കൊണ്ടുവന്നതാ. വെക്കേഷനും ട്യൂഷൻ ഉണ്ട്. അത് വെക്കേഷൻ അല്ലേ? അപ്പൊ മോള് വീട്ടിലുണ്ടെങ്കിലല്ലേ? ഞാൻ എവിടെയാ പോവാ? എവിടെയും പോവില്ലെന്നാ മമ്മി പറഞ്ഞത്. എന്താ ചെയ്യാ? മമ്മി കൊണ്ടുപോണ്ട, അങ്കിള് കൊണ്ടുപോവാ മോളെ. എവിടെയാ? അങ്കിളുടെ നാട്ടിലേക്ക്. അതെവിടെയാ? ദൂരെ 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 ദൂരത്തിന്റെയും അപ്പുറത്ത് 7 മലയും 7 പുഴയും കിടന്ന് പിന്നെ ഒരു കൊച്ചു പുഴയുടെ തീരത്ത് കുറിഞ്ഞുമല എന്നൊരു കൊച്ചു നാട്. നമ്മൾ തോണി കയറി ഈ പുഴ കടന്നാലാണ് അങ്കിളുടെ നാട്ടിലെത്തുക. എന്ത് ചന്തക്കാരി പുഴയാണെന്നറിയോ? പുഴ കടന്ന് അക്കരെ എത്തിയ പുഴക്കരയിൽ മേയുന്ന ഒരുപാട് തുള്ളിച്ചി പശുക്കളുണ്ടാവും, ഗീതമുളയും കാത്ത്. പച്ചപ്പുല്ലും പുഴയിലെ നല്ല മധുരമുള്ള വെള്ളവും കുടിച്ച് അങ്ങനെ മതിച്ച് നടക്കാവും തുള്ളിച്ചുകള്. പുഴയിലെ വെള്ളത്തിന് എങ്ങനെയാ മധുരം ഉണ്ടാവുക? ആ കുറിഞ്ഞുമലയിൽ അങ്ങനെയാ, എല്ലാത്തിനും മധുരമുണ്ട്. ഇതാണ് കുറിഞ്ഞുമല. മല നിറയെ കുറിഞ്ഞിപ്പൂക്കളാ. പൂ പറിക്കാൻ കൊച്ചു കൊച്ചു കൂടകളുമായിട്ട് ആകാശത്തുനിന്ന് മേഘങ്ങൾ ഇറങ്ങി വരും. ഇവിടെ നിന്ന് നോക്കിയ ഇരുട്ടുകുത്തിമല കാണാം. അവിടെ എന്താ ഉള്ളത്? ഇവിടെയോ? ഇവിടെ എത്രയാന്നറിയോ വികൃതി കുരങ്ങന്മാര്. കബീഷ് ഉണ്ടോ അവിടെ? കബീഷ് മുമ്പ് വരാറുണ്ടായിരുന്നു ഫ്രണ്ട്സിനെ കാണാൻ. ഇപ്പൊ മൂപ്പർ അല്പം ബിസിയാ. ഇതാണ് ഡ്രൈവർ അങ്കിളുടെ വീട്. ഇവിടെ ഗീതമോളെ കാണാൻ ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നറിയോ? ഇത് ഡ്രൈവർ അങ്കിളുടെ മുത്തച്ഛൻ. എത്ര ആയിരം കഥയും പാട്ടും ഒക്കെ അറിയാമെന്നറിയോ മുത്തച്ഛന്? ഇത് ഡ്രൈവർ അങ്കിളുടെ അമ്മ. അമ്മയ്ക്കും അറിയാം ഒരുപാട് കഥകളൊക്കെ. ഇത് അങ്കിളുടെ ചേച്ചി, മണിക്കുട്ടിയുടെ അമ്മ. ഇതാണ് കറവക്കാരൻ മാരിയപ്പൻ. ഈ പഴഞ്ചൻ സൈക്കിളിലെ മൂപ്പരുടെ സഞ്ചാരം. അവിടുത്തെ തുള്ളിച്ചി പശുക്കൾക്ക് ആർക്കും കണ്ടുകൂടാ മാരിയപ്പന്. അതെന്താ? മാരിയപ്പനല്ലേ അവരുടെ പാലെല്ലാം കറന്നുകൊണ്ട് പോകുന്നത്. ഇതാരാണെന്നറിയോ? രാഗിണി അമ്മമ്മ. അല്ല, ഇതാണ് വെള്ളാടിമുത്തി. മന്ത്രവാദിനിയാ. കണ്ടില്ലേ, നീളം പല്ലും കഴുത്തിൽ തലയോട്ടി മാലയും. ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടുകുത്തിമല ഇറങ്ങി വരും. അപ്പൊ നമ്മളെ കൊല്ലോ? ഹേയ്, അങ്കിളൊരു മന്ത്രം ചൊല്ലി നിർത്തിരിക്കല്ലേ, എന്നോട് കളിക്കില്ല. കളിച്ച വെള്ളാടിമുത്തിയെ ഞാൻ ഈ ഹെലിക്കുട്ടിയാക്കി കളയും. ഇപ്പൊ എല്ലാരും ഉണ്ട് അവിടെ? എല്ലാവരും ഉണ്ട്, മണിക്കുട്ടി ഒഴികെ. മണിക്കുട്ടി എവിടെ പോയി? മണിക്കുട്ടി പോയി. എവിടെ? കണ്ണെത്താത്തൊരിടത്ത്, കയ്യെത്താത്തൊരിടത്ത്. അതെവിടെയാ? ദൈവത്തിന്റെ നാട്ടില്. എന്തിനാ പോയേ? അത് കുറിഞ്ഞിമലയിൽ എല്ലാവർക്കും മണിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ട് ദൈവത്തിന് അസൂയ തോന്നിക്കണം. ഒരു ദിവസം ആരും അറിയാതെ ദൈവം സ്വർഗവാതിലും തുറന്നു വന്ന് മണിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി. എല്ലാവരെയും വേദനിപ്പിച്ചപ്പോ ദൈവത്തിന് സന്തോഷമായി കാണും. എനിക്കെന്താ മണിക്കുട്ടിയെ മാത്രം വരച്ചു തരാത്തെ?
ഇപ്പൊ നീയല്ലേ എന്റെ മണിക്കുട്ടി.